സംസ്ഥാന റോഡുകളുടെ ദുരവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം വഴി നടക്കാനുള്ള പൗരന്റെ സ്വാതന്ത്ര്യം നിഷേധിച്ച സർക്കാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് നജീബ് കാന്തപുരം MLA വിമർശിച്ചു. ജീവൻ പണയം വെച്ച് റോഡിലിറങ്ങേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്കെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. എന്നാൽ നമ്മൾ എന്താണ് സർ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത്? ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു എന്നുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത്. കാൽനട യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ആസ്പത്രികളിൽ പോകുന്നവർക്ക് കേരളത്തിലെ ഒരു റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുമോ സർ? മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്കിപ്പോൾ? പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ? എന്തായാലും സംസ്ഥാന റോഡുകളിൽ ഭൂരിഭാഗം റോഡുകളും ഗതാഗത യോഗ്യമാണ് എന്ന് മറുപടി പറയുകയാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു 29,522 കിലോമീറ്ററാണ്. ഇതിൽ 50% റോഡുകൾ BMNBC ആക്കി മാറ്റി തീർക്കുമെന്നാണ് 2021 പ്രകടന പത്രികയിലും LDF ചൂണ്ടിക്കാട്ടിയത്. 2016-2021 റോഡുകൾ BMNBC ആക്കി മാറ്റി തീർക്കുന്നതിന് മാതൃകാപരമായ ഇടപെടലാണ് അന്ന് സർക്കാർ നടത്തിയത്. ഇപ്പോൾ 50% കടന്ന് 16,882 കിലോമീറ്റർ റോഡ് BMNBC ആക്കി നമ്മുടെ സംസ്ഥാനത്ത് മാറ്റി തീർക്കാനായി എന്നുള്ളത് സഭയെ അറിയിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക MLA മാത്രം സൗകര്യം കിട്ടുന്ന കാര്യമല്ല. ഈ ബെഞ്ചിലിരിക്കുന്ന എല്ലാ MLA-മാരുടെയും മണ്ഡലത്തിൽ ഇതിൻ്റെ സൗകര്യം കിട്ടിയിട്ടുണ്ട്. അതേസമയം തുടങ്ങിയുന്ന പ്രവർത്തികൾ സമയബന്ധിതമായി തീരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരാറുകാർക്ക് കോടികളുടെ കുടിശ്ശികയാണ് നൽകാനുള്ളതെന്നും VD സതീശൻ പറഞ്ഞു. തുടങ്ങുന്ന വർക്ക് സമയബന്ധിതമായി തീരുന്നില്ല. കരാറുകാർക്ക് വൻ കുടിശ്ശികയാണ് സർ. പല കരാറുകാരും ഒന്നിലധികം വർക്കെടുത്ത ആളുകൾ ഏതെങ്കിലും ഒരു വർക്ക് മാത്രം ചെയ്ത് നിൽക്കുകയാണ്, മറ്റേ വർക്ക് എടുക്കുന്നില്ല. കാരണം അവർക്ക് കോടികൾ പലതരത്തിൽ നിന്നും, LSTDയിൽ നിന്ന്, PWDയിൽ നിന്ന്, കിഫ്ബിയിൽ നിന്ന് കോടികളാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. സാർ, ഈ കരാറുകാർ ഇത്രമാത്രം വലിയൊരു അരിയേസ് വന്നൊരു കാലം, കുടിശ്ശിക വന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. ജല അതോറിറ്റിയും KCBയും കുഴിക്കുന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം റോഡ് നന്നായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ജൽജീവൻ മിഷൻകാർ വന്ന് റോഡ് കുഴിക്കുകയാണ്. CRF റോഡ് എടുത്തിട്ടുള്ള എൻ്റെ മണ്ഡലങ്ങളിലെ റോഡ് വരെ കുഴിക്കുകയാണ്. പക്ഷേ സമയബന്ധിതമായ ആ കോൺട്രാക്ടറെ കൊണ്ട് തിരിച്ച് പഴയ സ്ഥിതിയിലാക്കാനുള്ള നടപടിയില്ല. റോഡുകൾ അത് കാരണം വളരെ ശോചനീയമായ നിലയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ജൽജീവൻ മിഷൻ വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. ജൽജീവൻ മിഷന് വേണ്ടി റോഡിൻ്റെ സൈഡിൽ പൈപ്പ് ഇടാൻ വേണ്ടി കുഴിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കുമോ? നജീബ് കാന്തപുരത്തിന് കൂടുതൽ സമയം അനുവദിച്ചെന്ന് ആരോപിച്ച മന്ത്രി MP രാജേഷിനെ സ്പീക്കർ ശാസിച്ചു. 10 മിനിറ്റാണ് അനുവദിച്ചതെന്നും ഡിജിറ്റൽ ക്ലോക്കിലെ സമയം തെറ്റാണെന്നും സ്പീക്കർ AN ഷംസീർ നിയമസഭയിൽ വ്യക്തമാക്കി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ഷഫീദ് റാവുത്തർ വിവരണം ചെയ്യുന്നു. ഷഫീദ്, സംസ്ഥാനത്തെ റോഡുകളുമായി ബന്ധപ്പെട്ട് സഭയിലുണ്ടായ ചർച്ചകളുടെ ഒരു നട്ഷൽ എന്താണ്? കശ്മീർ സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആകട്ടെ ഇക്കാര്യത്തിൽ, അതായത് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഭൂരിഭാഗം റോഡുകളും നല്ല അവസ്ഥയിലാണെന്നും മറ്റു റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊണ്ടുവരികയാണെന്നും മറുപടി പറഞ്ഞു. അതേസമയം ഈ പ്രതിപക്ഷമാകട്ടെ ഇക്കാര്യത്തിൽ ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ നജീബ് കാന്തപുരം അടക്കം സർക്കാരിന്റെ വീഴ്ച, കെടുകാര്യസ്ഥ, വകുപ്പുകളുടെ ഏകോപനയില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സഭയിൽ ചൂണ്ടിക്കാണിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയാൽ കിട്ടിയെന്ന അവസ്ഥയാണ് സംസ്ഥാനത്തെ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന ശരാശരി മനുഷ്യനെന്ന നജീബ് കാന്തപുരം കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. സ്ത്രീകൾ നടു റോഡിൽ പ്രസവിക്കുന്ന സാഹചര്യമുണ്ടായി. ഗർഭചിത്രമടക്കമുള്ള കാര്യങ്ങൾ അത് സ്ത്രീകൾക്കുണ്ടാകുന്നു. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലെ റോഡുകളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ കൊതിയാകുന്നുവെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. എന്നാൽ ഇതിന് മറുപടി എന്നോണം മന്ത്രി മുഹമ്മദ് റിയാസ് ചില കണക്കുകളാണ് സഭയിൽ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വകുപ്പുകൾ റോഡ് കുഴിക്കുന്നു, അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തലിന്
കൃത്യമായൊരു സമിതി അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിന്റെ പ്രവൃത്തികൾ നടന്നു പോവുകയാണ് എന്നുള്ള ഒരു മറുപടിയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ജലജീവൻ മിഷൻ പ്രത്യേക സമിതി അത് അടക്കമുണ്ട്. നോട്ടീസിൽ പറയുന്ന പ്രശ്നം അതിലില്ലെന്നും വകുപ്പുകൾ തമ്മിൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും പരിപാലന കാലാവധിയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ധാരണയില്ല എന്ന കുറ്റപ്പെടുത്തലാണ് മുഹമ്മദ് റിയാസ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണെന്ന് കുറ്റപ്പെടുത്തി. ഈ മാസം മാത്രം കുടിശ്ശിക അല്ലെങ്കിൽ ഇത്രമാത്രം കുടിശ്ശിക വന്ന മറ്റൊരു കാലവും കരാറുകാർക്ക് വന്ന മറ്റൊരു കാലവും ഇല്ലെന്നും പല റോഡ് നിർമ്മാണ പ്രവർത്തികളും തുടങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും MLA മാർ കരാറുകാരെ നിർബന്ധിക്കുമ്പോൾ അവർ നിസ്സഹായാവസ്ഥ പറയുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. ഏതായാലും അടിയന്തര സാഹചര്യത്തിൽ ഇത് പരിഗണിക്കാത്ത പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ച സഭയിൽ നിന്നിറങ്ങിപ്പോയത്. നജീബ് കാന്തപുരത്തിന് സമയവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണ്? അതായത് ഈ നജീബ് കാന്തപുരത്തിന് അധിക സമയം നൽകിയെന്ന് ആരോപിച്ച് ഈ മന്ത്രിയായിട്ടുള്ള MP രാജേഷാണ് സ്പീക്കർക്കെതിരെ നിയമസഭയിൽ നിലപാടെടുത്തത്. എന്നാൽ അങ്ങനെ ഒരു പ്രത്യേക ദാക്ഷിണ്യം അല്ലെങ്കിൽ പ്രത്യേക ഇളവ് അതാർക്കും നൽകുന്നില്ല, പ്രതിപക്ഷ MLA മാർക്ക് നൽകുന്നില്ലെന്ന് സ്പീക്കർ മറുപടി പറഞ്ഞു. മാത്രമല്ല ഡിജിറ്റൽ ക്ലോക്കിലെ സാങ്കേതിക തടസ്സം തെറ്റിദ്ധരിച്ചുകൊണ്ടാകാം MP രാജേഷ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഉദാരമായി നജീബ് കാന്തപുരത്തിന് സമയം അനുവദിച്ചെന്നുള്ള കുറ്റപ്പെടുത്തൽ ഉന്നയിച്ചതെന്ന സ്പീക്കർ മറുപടി നൽകുകയായിരുന്നു. ഏതായാലും അതിലൊരു ഒരു ശാസ്ത്രയുടെ സ്വരം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. ഹാഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ സഭയിൽ നടന്നതിനെ കുറിച്ച് പറഞ്ഞത്.